തക്കുടു ദാ അമ്മ വരുന്ന്. എന്താ ശരത്തേട്ട ഇങ്ങോട്ടൊന്ന് ശരിക്കും നോക്ക്. നീ ഒന്ന് വരുവോ? ദാ വരുന്നേ. ദീപേ, എടാ ദീപേ, എത്ര സമയം പ്രശ്നം പേസ്റ്റ് എടുക്കാൻ പറഞ്ഞു? എന്നാ പിന്നെ ഇങ്ങനെ ഈ ദോശ ഇടും, ഞാൻ പോയി നോക്കാം. ഓ കുഴിമടിയെ എപ്പോഴും ഞാൻ ഇതിലും വലുത് ചാടിക്കടന്നവനാ ഇക്കെ ജോസഫ്. ഇതിലെന്ത് പേസ്റ്റ് കിട്ടിയില്ലെന്ന് പറയണ്ട. ഇതെന്താ ഇത്? നിങ്ങളോട് ദോശ ഇടല്ലേ പറഞ്ഞ, അല്ലാണ്ട് ശ്രീലങ്കന്റെ മാപ്പ് ഇറക്കാനാ? മാറിക്കിങ്ങോട്ട്. ദീപേ ഒന്ന് വാരി കൊടുക്കടേ. ഞാനിത് ശീലാക്കിയ ശരത്തേട്ടനെ എന്റെ ബുദ്ധിമുട്ട്. അങ്ങനത്തെ ആയിപ്പോലെ എന്റെ ജോലി അല്ലേ തക്കടു? അച്ഛൻ ഇത് എത്രാമത്തെ ദോശയാ കഴിക്കുന്നേ? വെറുതെ അല്ല പൊണ്ണത്തടിയനായ. അമ്മ പോയാ അച്ഛനെ ഉണ്ടാവും, അത് ഓർമ്മ വേണം, അത് ഓർമ്മ ഉണ്ടായിരിക്കണം. അതാണ് അച്ഛൻ. കളിക്കല്ലേ? ഏതാ തീറ്റ? സ്ലിം ബ്യൂട്ടി. നമ്മളെ കൊണ്ട് പഠിക്കും. അച്ഛന്റെ ഒരു കാര്യം. അമ്മ ഇനി എപ്പാ അമ്മ വരിക? ലീവ് കിട്ടിയ അമ്മ വേഗം തിരിച്ചു വരും പൊന്നു. അമ്മ വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടുവരണേ. അമ്മ വരുമ്പോ എന്തായാലും ചോക്ലേറ്റ് കൊണ്ടുവരാം. ഏത് ചോക്ലേറ്റ് തക്കടൂന് വേണ്ടേ? മഞ്ച്. ദീപേ, നിന്റെ മെഡിസിൻ എടുക്കാൻ മറക്കല്ലേ. വേറെ എന്ത് മറന്നാൽ ശരി. ഫ്രീയാമൊന്ന് വിളിക്കണേ. ഹായ്. ദാ മേഡം നോക്കിയേ, നമ്മുടെ ദീപ എത്തി. അല്ല ദീപേ, നിനക്ക് പോയി കഴിഞ്ഞാ ഒന്ന് വിളിച്ചൂടെ? കണക്കായി. അവൾക്ക് ഭർത്താവിനെയും മക്കളെ കിട്ടിയ പിന്നെ വേറെ എല്ലാം മറക്കും. ഒന്ന് പോവും മേഡം. വീട്ടിലായാലും ഇവിടെ ആയാലും എനിക്ക് തിരക്കിന് ഒരു കുറവുമില്ല. പിന്നെങ്ങനെയാ? സാറിന് സുഖം തന്നെയല്ലേ? മനോഹര സാർ ലീവായി? സുഖമില്ല മോളെ. അയ്യോ, അതുകൊണ്ട് ലീവ്. ഓ ശരി മേഡം, എന്നാ പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് കയറട്ടെ. അനില് സുഖല്ലേ? എന്തു സുഖം, സ്കോറിങ്ങനെ അടിച്ചടിച്ച് കേറിക്കൊണ്ടിരിക്കല്ലേ. അതല്ലേ ശരിയാവപ്പാ, നമ്മുടെ സർക്കാർ സ്ട്രോങ് അല്ലേ. ഇത് എവിടെ കൊണ്ടുവന്ന് അടിച്ചു നിർത്തും എന്റെ പഠിച്ചോനെ. എങ്ങനെയുണ്ട്? കുറവുണ്ട്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, വേദന കുറവുണ്ടാ? ഒന്നിന് ഡിസ്ചാർജ് ആയി തരുവാ. എന്നിട്ട് വേണം പുറത്തിറങ്ങി വായി നോക്കി വന്നിട്ട് പിന്നെയും വന്ന് ഇവിടെ കിടക്കാൻ അല്ലേ? എന്തായാലും ഒരു സ്വകാര്യം പറച്ചില് ഈന്റെ ഒത്ത് കയറി പോകാൻ നേരെ ആയെന്ന് തോന്നുന്നു എന്റെ പൊന്നു സിസ്റ്റർ.
വേദന കുറവുണ്ടോ? നിന്റെ മറ്റേ കണ്ണും കൂടി അടിച്ചു പൊട്ടിക്കും ഞാൻ. വായി നോക്കി വെറുതെ അല്ല ഇവിടെ വന്ന് കിടക്കുന്നത്. ഹലോ സാർ. ദീപ, ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കൂടെ വരയ്ക്കുന്ന ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഒബ്സർവേഷനിലായിരിക്കും. സാർ ഞാൻ ദീപ പെട്ടെന്ന് തിരിച്ചു കൊടുക്കും. ശരി സാർ. അമ്മ വേഗം വരും. വിളിച്ചിട്ട് നിക്കാണ്ട് പോയി. തക്കുടു കൊറേ കരഞ്ഞ്. ഹലോ സാർ. സ്ഥലത്തെ ദീപ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. റിസൾട്ട് പോസിറ്റീവ് ആണ്. തൽക്കാലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ വിളിക്കാം സ്ഥലത്തെ. ദീപ, എന്തെങ്കിലും കഴിച്ചോ? വേണ്ട സാർ, എനിക്കെന്റെ മക്കളെ ഓർത്തൊന്നും ഇറങ്ങില്ല. എനിക്കെന്റെ പൊന്നു മക്കളെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. ഞാൻ ജീവിക്കില്ലേ സാർ? ദീപ, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. ഇപ്പൊ പോസിറ്റീവ് എനർജിയല്ലേ വേണ്ടത്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടവരല്ലേ നമ്മൾ. ബി കൂൾ. അമ്മ വരും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. സങ്കടപ്പെടില്ല മക്കളെ.
പ്രിയപ്പെട്ട എൻ്റെ മക്കൾക്ക് അമ്മയില്ലെങ്കിലും അച്ഛനെ നന്നായി നോക്കണം. കൈനീട്ടി വിളിച്ചിട്ടും കരഞ്ഞിട്ടും ഭാര്യ ഉമ്മ വെക്കാതെ പോയതിന് അമ്മയോട് വെറുപ്പ് തോന്നരുത്. ചോക്ലേറ്റ് അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈശ്വരനെ അനുവദിച്ച അമ്മ വരും. 1000 ജന്മം എൻ്റെ ശരത്തേട്ടൻ്റെയും മക്കളെയും കൂടെ ജീവിക്കാൻ. ഡോക്ടർ തന്നയച്ചത് ഇതിവിടെ തരാൻ പറഞ്ഞു. ചോക്ലേറ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് എന്റെ അമ്മ എടുത്തു അച്ഛ. അച്ഛൻ എന്തിനാ എന്നോട് കളവ് പറഞ്ഞേ? ഇന്നലെ അമ്മേനെ ചോദിച്ചു